വർഷങ്ങളായിട്ട് കൃഷി ഇറക്കാതെ കിടക്കുന്ന പാടം. വിത്തെറിയാനും സമ്മതിക്കില്ല, വിൽക്കാനും സമ്മതിക്കില്ല. കൃഷി ഇറക്കണമെന്ന് വിചാരിച്ചാൽ തന്നെ ഞങ്ങളുടെ പാടത്ത് ഇവിടുന്ന് ഒരാളും ജോലിക്ക് വരില്ല. കിഷോറിനമ്മാവനെ അസലൊരു തണ്ടുതരപ്പനാ. തണ്ടുതരപ്പനോ? അത് നീ ബബുലുവിനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ? സോറി. ഈ പാടത്ത് കാളപൂട്ടി കൃഷി ഇറക്കുന്നത് ഞങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. നടക്കില്ലെന്ന് കണ്ടപ്പോൾ ആ മോഹവും വിട്ടു. വിട്ടുകളയാൻ വരട്ടെ. നമ്മള് കാട്ടിക്കൂട്ടി ഓർക്കുമ്പോ ഇതൊക്കെ നിസ്സാരം. വേണമെങ്കിൽ നമുക്കിനി ഇറങ്ങാം. ഇതൊരു വെക്കേഷൻ ആണെന്ന് സങ്കല്പിച്ചാൽ മതി. ഒരു പണിഷ്മെന്റ് വെക്കേഷൻ. കൃഷിയിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും മൺവെട്ടി പിടിക്കാൻ നമ്മളെ ഹെൻറി സാർ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനിത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എന്തായാലും രാത്രി ലേഡീസ് ഹോസ്റ്റലിലെത്തേണ്ട സ്ട്രഗിൾ ഒന്നും വേണ്ടി വരില്ലല്ലോ. വേലായുധേട്ടൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. തീർച്ചയായും ഞാനിത് കുടിച്ചു തീർക്കണം, അത്രയല്ലേ ഉള്ളൂ. മദ്യത്തിനും വേലായുധനും ഇടയിൽ ശത്രുത ഇല്ല മക്കളെ. ഈ പകലെന്തിനാ വിളക്ക് കത്തിക്കുന്നേ? ഇനിയും മദ്യപിച്ചാൽ ചത്തുപോകും വേലായുധ എന്ന് ഡോക്ടർ പറഞ്ഞു. തീരെ ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിളക്ക് വെച്ചതിന് ശേഷം 2 അടിച്ചോളാൻ പറഞ്ഞു. കൂമ്പില്ലേ? പിന്നെ ഞങ്ങള് വന്നത് ബൈക്കിലായിരിക്കുമല്ലേ? ഏയ് അതല്ല. ഇതല്ലാതെ വേറെ ഉണ്ടോ? കൊണ്ടുപോവാ. ഓ ഭയങ്കര. അത് തീർന്നു ചേട്ടാ. വേറെ ഇല്ല. എന്താ ആളെ പറഞ്ഞു പറ്റിക്ക? ദേ നോക്ക്, നിങ്ങളെ ഞാൻ നേരത്തെ നോട്ട് ചെയ്തതാ. എന്താ നിങ്ങളുടെ പരിപാടി? ആരാ നിങ്ങളുടെ നേതാവ്? ചേട്ടാ ഞങ്ങൾ പിന്നെ വരാം. നിങ്ങൾ പിന്നെ വരണമെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് പോയിട്ട് വേണ്ടേ? ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അടിച്ചിട്ട് പോരാം. അടിയാ എന്നെ അടിച്ച ഒറ്റയ്ക്ക് ഞാനെങ്കിലും തീർന്നു പോവും. പിന്നെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ അഴിയണം. ധൈര്യം അടിക്കടാ. ചേട്ടാ രക്ഷപ്പെട്ടു. ഒരു ഫുള്ളിന്റെ കാശ് പോയത് മിച്ചം. ഇതിന്റെ മറ്റൊരു പതിപ്പാ മരംകുത്തി മണി. അതൊന്ന് ട്രൈ നോക്കാം. ദൈവമേ, തെങ്ങി കയറും പോലെ ഓരോ ദിവസവും എന്റെ ജീവിതത്തിൽ കയറ്റം ഉണ്ടാവണമേ. ഇന്ന് മെമ്പറായിട്ട്, നാളെ MLA ആയിട്ട്, മറ്റന്നാ മന്ത്രിയായിട്ട്, അങ്ങനെ കേറി കേറി എന്നെ ഒരു നിലയിൽ എത്തിക്കണേ. ഇല്ലെങ്കിൽ എന്റെ മിനി തെങ്ങിയ കയറാൻ തുടങ്ങും. എന്തോ പെണ്ണുങ്ങൾക്ക് തെങ്ങി കയറാൻ പരിശീലനം കൊടുക്കുന്നുണ്ട്. ഞാനും പോവും. പോയിക്കോ. പക്ഷെ എന്റെ മെക്കിട്ട് കയറുന്ന പോലെ അത്ര നിസ്സാരമല്ല തെങ്ങേറ്റം. മാത്രമല്ല, നീ മുണ്ടും മടക്കി കുത്തി തെങ്ങിന്റെ മുകളിൽ കയറാൻ തുടങ്ങിയാല് ഈ നാട്ടില് പണിയില്ലാത്ത ചെറുപ്പക്കാർക്കെല്ലാം തെങ്ങിന്റെ ചോട്ടില് പണിയാകും മോളെ. 100-200 രൂപയ്ക്ക് ജോലി ചെയ്തിരുന്ന ആളാ ഇപ്പൊ മാസത്തിൽ 1-2 സിറ്റിംഗ്. അതുകൊണ്ട് എങ്ങനെ ജീവിക്കാനാ? നീ ഒരു വാർഡ് മെമ്പറോട് സംസാരിക്കുന്നത് ഓർമ്മ വേണം. പിന്നെ ഈ വാർഡിന്റെ സമഗ്ര വികസനമാണ് എന്റെ ലക്ഷ്യം. മണിച്ചേട്ടാ, സത്യമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ പോയാലേ ഞാൻ എന്റെ വീട്ടിൽ പോകും. പോടി, ഇപ്പൊ തന്നെ പോടി ധൈര്യം ഉണ്ടെങ്കിൽ. എന്നിട്ട് വീട്ടിൽ പോയി അച്ഛനോട് കുറച്ച് കാശ് വാങ്ങിച്ചുണ്ടാ. കാശിന് ഭയങ്കര ടൈറ്റാ. MLA ആവുമ്പോ തിരിച്ചു തരാന്ന് പറ. പിന്നെ ഒരു കാര്യം, ഈ വരുന്നവരുടെ മുമ്പിൽ വെച്ചേ മിനി ചായ, മിനി ജ്യൂസ് എന്നൊന്നും വിളിച്ചു കൂവണ്ട. ഇവിടെ ഒന്നും ഇരിപ്പില്ല, എല്ലാം തീർന്നു. തീരുമ്പോ വാങ്ങി വെച്ചൂടെ? പിന്നെ തീരുമ്പോ വാങ്ങി വെക്കാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂതോ? ഇപ്പോഴെങ്കിലും ആരാ നോക്കട്ടെ. നിങ്ങളാണോ? എന്താ? ഞങ്ങള് സാറിനെ ഒന്ന് കാണാമെന്നാ സാർ. സാർ എന്താ? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാള് സാറെന്ന് വിളിക്കണത്. വീട്ടിൽ കയറി വന്ന ശത്രുക്കളാണെങ്കിലും ഇരിക്കാൻ പറഞ്ഞാൽ അത് മര്യാദ കേടാ. വേണ്ട സാറേ. നീ എന്നെ സാറേന്ന് തന്നെയല്ലേ വിളിച്ചത്? അതെ. I powder of you boy. ഇരിക്ക് അവിടെ. കുടിക്കാൻ എന്താണ് വേണ്ടത്? ചായ, കാപ്പി, കൂൾ ഡ്രിങ്ക്സ്? ഞങ്ങൾക്കൊന്നും വേണ്ട സാർ. അത് പറ്റില്ല. എന്റെ വീട്ടിൽ വന്ന് കയറിയിട്ട് ഒരു കൂൾ ഡ്രിങ്ക്സ് എങ്കിലും കുടിക്കാതെ പോയി കഴിഞ്ഞാൽ അതിന്റെ നാണക്കേട് എനിക്കല്ല, എന്റെ മിനിക്കാ. ചേട്ടാ, എന്ത് ജ്യൂസാ വേണ്ടത്? മുന്തിരി, പൈനാപ്പിൾ, ഓറഞ്ച്, ആപ്പിൾ, മൂസമ്പി, ക്യാരറ്റ്, ഏതോ? ചേച്ചി ഞങ്ങൾക്കൊന്നും വേണ്ട.
ആ ഇനി വന്ന കാര്യം പറ. ഞങ്ങളൊരു പ്രോജക്ടിന്റെ ഭാഗമായി കിഷോറിന്റെ ഭൂമിയിൽ കൃഷി ഇറക്കുന്നുണ്ട്. അത് നടക്കില്ല. പാർത്തമ്പിള്ളയുടെ ചാവടിത്തിന് കഴിഞ്ഞിട്ട് വാ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. സാറ് ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരണം. ഒന്നെങ്കിൽ സാറ് തെങ്ങി കയറണം, അല്ലെങ്കിൽ മറ്റാരെ കൊണ്ടെങ്കിലും തെങ്ങി കയറ്റിക്ക് അനുവദിക്കണം. അത് രണ്ടും നടക്കില്ല. ഒരു മെമ്പറോട് തെങ്ങിക്കയറാൻ പറയുന്നത് അയാൾ അപമാനിക്കുന്നതിന് തുല്യമാണ്. എനിക്ക് സംസാരിക്കാൻ സമയമില്ല. ജനകീയ ആസൂത്രണം വന്നതോടുകൂടി എനിക്ക് മൂത്തൊഴിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. മിനി, എന്റെ ബ്രീഫ് കേസ് കണ്ടെടുത്തേ. ബ്രീഫ് കേസ് നിറയെ ഞാൻ ഉറക്കൊഴിച്ചുണ്ടാക്കിയ പ്രോജക്റ്റുകളാണ്. ഇന്ന് ഞാൻ ആ പ്രോജക്റ്റുകൾ കളക്ടറിന് മുമ്പിൽ സമർപ്പിക്കും. മനസ്സിലായാന്ന്? മിനി, ഹറിയപ്പ് ഹറിയപ്പ്. മിനി, നീ ഇത് വേണ്ടായിരുന്നു. ഇതാ എന്തോ വാ. അപ്പൊ ഇതാണല്ലേ പ്രോജക്ട് റിപ്പോർട്ടുകൾ. അപ്പച്ചേട്ടൻ കളക്ടറെ വീട്ടിൽ തെങ്ങേറാൻ പോവാണോ? ഇപ്പോഴല്ലേ ബ്രീഫ് കേസ് എടുത്ത് ഇവിടുന്ന് വണ്ടി കയറുന്നതിന്റെ രഹസ്യം മനസ്സിലായത്. ഇപ്പോഴും തെങ്ങേറ്റം തുടരുന്നുണ്ടല്ലേ? നിങ്ങൾ ഇത് ആരോടും പറയരുത്. ഗ്രാമസഭയും പഞ്ചായത്ത് മീറ്റിംഗ് ഇല്ലാത്ത സമയത്ത് ദൂരെ എവിടെയെങ്കിലും പോയി ഞാൻ തെങ്ങ് കയറാറുണ്ട്. നിങ്ങൾ എന്റെ മാനം കെടുത്തരുത്. നിങ്ങൾ പറയണത് എന്ത് ഞാൻ ചെയ്യാം, പ്ലീസ്. എങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ തെങ്ങ് കയറിത്താ. അയ്യോ, അത് മാത്രം പറയരുത്. പാർത്തമ്പിള്ള എന്നെ വെറുതെ വിടില്ല. എങ്കിൽ ഇത് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞേക്കാം. അയ്യോ, നിങ്ങൾ ഇത് ആരോടും പറയരുത്. ഞാൻ വേണമെങ്കിൽ രാത്രി 7:30 മുതൽ 12:30 വരെ നിങ്ങൾ പറയണ ഏത് തെങ്ങിൽ വേണമെങ്കിലും കയറാം. മതി, അത്രയും മതി. വാടാ. അപ്പൊ രാത്രിയെ തെങ്ങേറ്റം മുടങ്ങുന്നാ തോന്നുന്നത്. അതെ, ഒരു കാര്യം എനിക്ക് പറ്റിക്കോ. അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോ പറയാൻ പോണത്. മരം കൊത്തിമണി നമ്മളെ ചതിച്ചു. അവൻ ഇന്നലെ രാത്രി സുഭദ്രാമയുടെ തെങ്ങ കയറി തേങ്ങിട്ട് കൊടുത്തു. സത്യമാണോ നീ പറഞ്ഞത്? വാറ്റിയെടുത്ത നാടൻ ചാരായം പോലെ പരമാർത്ഥമായ സത്യം. വെള്ളയും വെള്ളിട്ടിരിക്കുന്ന കള്ളൻ. അയ്യോ, എന്നെ തല്ലരുത്. ബ്രീഫ് കേസിലുണ്ടായ പ്രോജക്ട് റിപ്പോർട്ടുകൾ പുറത്തായപ്പോ ഞാൻ പെട്ടുപോയതാ. ഇവിടുത്തുകാരനോട് നന്ദികേട് കാണിച്ചാൽ പോർക്കില്ല. ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. നിന്നെ വാർഡ് മെമ്പർ ആക്കിയതും ഈ വില്ലിന് അവാർഡ് വാങ്ങിക്കൊടുത്തതും ഇവിടെ വെള്ളവും വെളിച്ചവും നടപ്പാതയും തോടും റോഡും അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ ഈ പെരുങ്ങോട്ടുകാരക്കാർ അനുഭവിക്കുന്നതെല്ലാം പാർത്തമ്പിള്ള ഉണ്ടാക്കിയെടുത്തതാ. അഹങ്കാരി. എന്നിട്ട് എന്റെ പാളയത്തിൽ നിന്ന് എനിക്കെതിരെ പടയൊരുക്കം തുടങ്ങിയ ഇവൻ പാർത്തമ്പിള്ളയെ മാത്രമല്ല ചതിച്ചത്, ഈ വാർഡിൽ ഒരു കക്കൂസ് പോലും പണിയാതെ ഈ നാട്ടുകാരെ മുഴുവനാ പറ്റിച്ചത്. ഇല്ലാത്തൊരു ദാരിദ്ര്യരേഖയുടെ പേരും പറഞ്ഞേ പഞ്ചായത്തു നിന്നുള്ള സകല ആനുകൂല്യങ്ങളും ഇവൻ തട്ടിയെടുക്കായിരുന്നില്ലേ? ഈ പെരിങ്ങോട്ടുകരയിൽ ആരെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ ദാരിദ്ര്യരേഖ? അങ്ങനെ ഒരു രേഖയുണ്ട്. അത് പിന്നെ അത് ഇത് എന്നൊന്നും പറഞ്ഞാൽ നീ ഇവിടുന്ന് രക്ഷപ്പെടും. മര്യാദയ്ക്ക് ആ രേഖ കാണിച്ചിട്ട് നീ ഇവിടുന്ന് പോയാ മതി. നിങ്ങൾക്ക് ദാരിദ്ര്യരേഖ കാണണം. കാണിച്ചു തരാം. ഇനി വന്നേ, ഒന്ന് താത്തേ. ഇതെന്താ? ദാരിദ്ര്യരേഖ കാണിക്കുമ്പോഴെങ്കിലും അടി എന്തെങ്കിലും ഇട്ടൂടെ? ഈ കാണുന്നതാണ് ദാരിദ്ര്യരേഖ. കണ്ടോ? കണ്ട കണ്ട കൺകുളിർക്കെ കണ്ടോ? ഐ പൗഡർ ഓഫ് യു. ആ ഡോക്ടർ പോകുന്നതിന് മുമ്പ് അങ്ങ് എത്തിയിരുന്നെങ്കിൽ കയ്യില് ഈ പണ്ടാറ വെച്ചതാ. ഇതാണ് അവന്മാരല്ലേ. കുഞ്ഞുങ്ങൾ ഇച്ചി വീഴ്ത്തു നോക്ക്. ഹായ് കംസനെങ്കിൽ എന്തു പറ്റി അങ്ങളെ? അയ്യോ, അങ്ങളുടെ കാറ്റ് പോയോ? സോറി, ടയറിന്റെ കാറ്റ് പോയോന്നാ ചോദിച്ചത്. മക്കളെ, ഈ അള്ളു വെക്കലും ഫീസ് വലിക്കലും ഒക്കെ വളരെ പഴഞ്ച സമ്പ്രദായങ്ങളാ. പുതിയത് വല്ലതുണ്ടെങ്കിൽ പ്രയോഗിക്ക്, എനിക്കും പഠിക്കാമല്ലോ. ആ, അതൊക്കെ പോട്ടെ. എന്താ നിങ്ങളുടെ പരിപാടി? കൃഷി ഇറക്കാതെ കിടക്കുന്ന ഇവന്റെ മണ്ണില് ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചില പുതിയ ഇനം വിത്തുകൾ ഇറക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ പഠനത്തിന്റെ ഭാഗമാണ്. വിജയിച്ചാൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് ഗോൾഡ് മെഡൽ കിട്ടിയേക്കും. അപ്പൊ പഠനത്തിന്റെ ഭാഗമാണല്ലേ? ആ അതെ,
എങ്കിൽ നിങ്ങൾക്ക് വിത്തിറക്കാനുള്ള സ്ഥലവും സൗകര്യവും ഞാൻ തരാം. എന്താ, സമ്മതമാണോ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ പറയുന്നത് അപ്പാടെങ്ങ് വിശ്വസിക്കാൻ പാർത്തമ്പിള്ള എന്താ പൊട്ടനാണെന്ന് കരുതിയടാ? നോക്ക്, ഇവിടെ ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാവാതിരിക്കാൻ പറയാ. പെരിങ്ങോട്ടുകര ഗ്രാമോത്സവത്തിന് മുമ്പ് മക്കൾ ഇവിടുന്ന് പൊക്കോളണം. ഇത് പാർത്തമ്പിള്ളയുടെ അവസാന വാക്കാ. ഇവിടെ ബ്ലേഡ് ഇല്ലേ? നീ കുറച്ചുകൂടെ പറപ്പിക്കാൻ തുടങ്ങിട്ട്. വില്ല് നാളെ അവാർഡ് വാങ്ങിക്കാൻ പോകുമ്പോ നല്ല ചുള്ളനായിട്ട് പോണ്ടേ? അപ്പൊ ശരിക്ക് പറപ്പിച്ചോ. ചേട്ടോയ് എത്ര പേരുണ്ട്? 3 പേരുണ്ട്. അപ്പൊ 1 മണിക്കൂർ കയറിക്കല്ലേ? ആ അതെ, ഇവൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എത്ര പേരുണ്ടെന്ന് ചോദിച്ചിട്ട് പോകും. ഇവൻ എവിടുന്ന് വരുന്നു വില്ലിനറിയോ? എവിടെന്നാ വരുന്നതെന്ന് അറിയില്ല, പക്ഷെ സമയമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നേരെ പോകുന്നത് നിന്റെ കെട്ടുകളുടെ അടുത്തേക്കാ. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. ഇതെന്താ മരം കൊത്തിയും കുറെ പെണ്ണുങ്ങളും കുടുംബശ്രീ ജാഥ. എടാ വില്ല് വേലായതാ, നീ ഇന്നലെ ഈ അങ്ങാടിലിട്ട് എനിക്കിട്ടൊരു പണി തന്നു. നിനക്ക് കിട്ടിയെന്ന് പോടാ. എനിക്ക് കിട്ടിയത് ആണുങ്ങളുടെ കയ്യിൽ നിന്നാ, പക്ഷെ നിനക്ക് കിട്ടാൻ നമ്മുടെ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്നാ. പെണ്ണുങ്ങളാ? എന്തിന്? എന്താ സഹോദരിമാരെ പ്രശ്നം? പറഞ്ഞു കൊടുക്ക്. എന്താ പ്രശ്നമെന്നോ? ഈ മണി പറഞ്ഞപ്പോൾ ഞങ്ങൾ സത്യങ്ങൾ അറിഞ്ഞത്. ഇവൻ സത്യം പറഞ്ഞു. നിങ്ങക്ക് 4-5 പേർക്ക് ഞാൻ കാശ് തരാമെന്നുള്ള കാര്യം സത്യമാ. നാളെ അവാർഡ് കിട്ടുമ്പോ ഞാനത് തിരിച്ചു തരും. 4-5 പേർക്കോ? ഈ ലിസ്റ്റ് കണ്ടോ? എന്റെ മിനി മുതൽ ഈ വാർഡിലെ വോട്ടർ പട്ടികയിൽ കാണുന്ന ഒരാളെ പോലും ഇവൻ ഒഴിവാക്കിയിട്ടില്ല. 10,000 രൂപ കിട്ടാനുള്ളൂ. 50,000 രൂപ കടം വാങ്ങി കഴിഞ്ഞു. എങ്ങനെ കൊടുക്കും? അതിപ്പോ അറിയണം. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. കാശിന്ന് വരും, നാളെ പോകും, മറ്റന്നാ തിരിച്ചു വരില്ല. പക്ഷേ രാജ്യം നേരിടുന്ന ഭീകര ഭീഷണി, ആഗോള സാമ്പത്തിക തകർച്ച, ആസിയൻ കരാർ ഉണ്ടാക്കാൻ പോകുന്ന അപകടം, കേരളത്തിൽ എങ്ങിങ്ങായി അരങ്ങേറുന്ന സ്ത്രീപീഡനം, പ്രകൃതിക്ഷോഭം, ആന്ധ്രവായു, ഇതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ എന്റെ അവാർഡ് നിരസിക്കുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ after my shaving and cutting, okay? ഇതൊക്കെ അവന്റെ തട്ടിപ്പാണ്. വിടരുതവനെ. ചെല്ല്, വേഗം ചെല്ല്. അത് തുടങ്ങി. എന്താ മെമ്പർ അകത്തൊരു അകത്ത് ഗ്രാമോത്സവത്തിനുള്ള വില്ലടിച്ചാമ്പാട്ടിന്റെ റിഹേഴ്സൽ നടക്കുക. ആണല്ല, പെണ്ണുങ്ങളാ. ആയിക്കോട്ടെ. കഴിഞ്ഞ കൊടുത്തിട്ടുണ്ട്, ശരിക്കും കൊടുത്തിട്ടുണ്ട്. അല്ല പിന്നെ ഈശ്വര, വെളുക്കാൻ തേച്ചത് പതയായ.